ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ്. ഞാൻ പ്രിൻസിപ്പൾ ഹാപ്പി ടീച്ചർ. ഇത് ഞങ്ങളുടെ PTA വൈസ് പ്രസിഡന്റ് ഡിക്സൺ സർ. ഇത് നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി ഡോക്ടർ മുരളി കുറുനാട്ടുകര. ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ഡോക്ടർ റിൻസിമോൾ സെബാസ്റ്റ്യൻ. ഈ പ്രോഗ്രാമിൻ്റെ പബ്ലിസിറ്റി നിർദ്ദേശം ചാർജുള്ള ശ്രീനാഥ് സർ. നമ്മുടെ കോളേജിൻ്റെ 80ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ പ്രസ് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിൽ ആകെ 4 ട്രെയിനിങ് കോളേജുകളാണ് ഉള്ളത്. അതിൽ തൃശ്ശൂർ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജ് 1945 സ്ഥാപിതമായതാണ്. ഈ ട്രെയിനിങ് കോളേജ് 1992 ആയപ്പോൾ അത് IAAC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ എന്ന പേരിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. ഇന്ന് ഈ കലാലയം ഏകദേശം 80 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 80ാം വാർഷികം വളരെ വിപുലമായ പരിപാടികളോടെ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ഡോക്ടർ നിജി ജസ്റ്റിനാണ് നിർവഹിക്കുന്നത്. അതിനോടനുബന്ധമായി ഒരു വിദ്യാഭ്യാസ സെമിനാർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് ആണ് നിർവഹിക്കുന്നത്. അതിൽ ആശംസയർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റ്യൻ അവറുകളാണ്. ഈ ഒരു പരിപാടിയോട് കൂടി തന്നെ ഈ ഒരു 80ാം വാർഷികത്തിന് നമ്മളുടെ ഒരു ആനന്ദത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിന് മാറ്റി കൂട്ടുന്നത് നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് 4ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി നമ്മളിവിടെ പങ്കുവെക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി 2 ഭാഗങ്ങളായിട്ടാണ്, 2 സെഷനായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും അതോടനുബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസ സെമിനാറുമാണ്. രണ്ടാമത്തെ സെഷൻ നമ്മൾ ഒരു ഗുരുവന്ദനത്തോടുകൂടെ നമ്മുടെ പൂർവ്വ അധ്യാപകരെയും പൂർവ്വ പ്രിൻസിപ്പൽമാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും അതോടനുബന്ധമായിട്ട് അവരുടെ കലാപരിപാടികളും ഒക്കെയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ നമ്മുടെ കോളേജിന് നല്ലൊരു പബ്ലിസിറ്റി കിട്ടത്തക്ക രീതിയിൽ അത് കവറേജ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും വേണമെന്ന് നമ്മൾ അപേക്ഷിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യും. രാവിലെ 10 മണിക്ക്. അധ്യാപകരാവാനുള്ള B.Ed, M.Ed അതുപോലെ റിസർച്ച് ഗവേഷണമാണ് അവിടെ ഇപ്പോൾ ഉള്ള കോഴ്സുകൾ. കുട്ടികളോ ഒരു 250ഓളം കുട്ടികൾ. പിന്നെ നമ്മള് B.Ed നമുക്ക് ടീച്ചർ കോട്ട എന്ന് പറഞ്ഞൊരു 10 സീറ്റ് ഉണ്ട്. അതിൽ ടീച്ചർ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന B.Ed ഇല്ലാത്തവര് B.Ed എടുക്കാനായിട്ട് വരുന്നുണ്ട്. 10 സീറ്റ് ടീച്ചർ കോട്ടയിലാണ്. ഇതിൽ തന്നെ നമ്മളുടെ പൂർവ്വ അധ്യാപകരിൽ നിന്ന് ശ്രേഷ്ഠമായ പദവിയിൽ റിട്ടയർ ചെയ്തു പോയ ആളുകൾക്ക് ആദരിക്കുന്ന ഒരു ചടങ്ങ് അത് നമ്മൾ എല്ലാ വർഷവും നടത്തുന്നതാണ്. അത് നമ്മൾ ഗുരുശ്രേഷ്ഠ പുരസ്കാരം എന്ന പേരിലാണ് നമ്മൾ നടത്തുന്നത്. അത് ഇത്തവണ നമ്മുടെ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രിൻസിപ്പളായിരുന്ന അതുപോലെ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ഡോക്ടർ ജേക്കബ് മാത്യു സാറിനാണ് നൽകുന്നത്. B.Edന് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നോട്ടിഫിക്കേഷൻ അത് ഓൺലൈൻ പോർട്ടൽ മുഖേന അപ്ലൈ ചെയ്യും. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന റാങ്ക് ലിസ്റ്റിന്റെ ബേസിൽ ഇല്ല. മെമെന്റോ മാത്രം.
നമ്മളുടെ IASC എന്ന് പറയുന്നത് സംസ്ഥാനത്തില് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിന് മാത്രം നൽകുന്ന ഒരു പദവിയാണ്, പ്രത്യേക പദവിയാണ്. അത് നമ്മളുടെ തൃശ്ശൂര് ഉള്ള വളരെ പാരമ്പര്യമുള്ള ഗവൺമെന്റ് ട്രെയിനിങ് കോളേജ് എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്ന ഈ സ്ഥാപനത്തിനാണ് ലഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് തൃശ്ശൂരുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു വക. ശരിക്കും അവിടുത്തെ പാഠ്യപദ്ധതികൾ അനുസരിച്ചിട്ട് ഈ പുതിയ പഠന പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വരുമ്പോൾ ടീച്ചേഴ്സിനുള്ള പ്രത്യേക ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതിലും IASC പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, പാഠ്യപദ്ധതി മാറുന്നതിന് അനുസരിച്ച്. അപ്പൊ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ശരിക്കും ഒരു ഗവേഷണ തലത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ, വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ മാറാവുന്ന ഒരു സ്ഥാപനമാണ് ശരിക്കും നമ്മളുടെ ഈ ഗവൺമെന്റ് ട്രെയിനിങ് കോളേജ് എന്ന് പറയുന്ന ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ. സ്ഥല സൗകര്യം ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക്. ഇപ്പോഴും ഞങ്ങൾ ആ പൈതൃകം നിലനിൽക്കുന്ന കെട്ടിടം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പണികളും കുറെയൊക്കെ ചെയ്തത്. സ്ഥലപരിമിതി, പിന്നെ നമ്മൾക്ക് ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റലുള്ളത് സൂവിന്റെ തൊട്ടടുത്തായിട്ടാണ് ഹോസ്റ്റൽ. കോളേജിൽ നിൽക്കുന്ന ക്യാമ്പസിലും ഒരുപാട് ഓഫീസുകളും സ്ഥാപനങ്ങളും മോഡൽ ബോയ്സ് സ്കൂളും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഈ സ്ഥലപരിമിതി ഉള്ളത്. വേറെയും പല ഓഫീസുകളും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്ഥലപരിമിതി ഉണ്ട്. പണ്ടത്തെ ആർട്സ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കുട്ടനല്ലൂർക്ക് മാറിപ്പോ. പക്ഷെ അതൊക്കെ സ്കൂളിനും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയി. അത് ഈ പല സ്ഥാപനങ്ങൾക്കായിട്ട് വിഭജിച്ചു പോയപ്പോ സ്കൂളില് ഹയർ സെക്കൻഡറി ഒക്കെ വന്നപ്പോ അപ്പൊ പ്രിഫറൻസ് പലപ്പോഴും അങ്ങോട്ട് പോകും. തൊട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് കുറെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ മെയിൻ ബിൽഡിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് 2,21,00,000 മെയിന്റനൻസ് കഴിഞ്ഞു. നമ്മുടെ മെയിന്റനൻസ് ആണ് നിലവിലുള്ള പഴയ കെട്ടിടം. അത് ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. അതേപോലെ പുതിയ ഇത് ഇപ്പൊ മെയിന്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. 1 കോടിയുടെ മേലെ ഉള്ള മെയിന്റനൻസ് വർക്ക് ഇപ്പൊ നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് റൂസ PM ഉഷയില് നമുക്കൊരു പുതിയ ഹോസ്റ്റലിന് 2 കോടി രൂപയുടെ ഇപ്പൊ നമുക്ക് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ ഇപ്പൊ നമ്മുടെ മൊത്തം കുട്ടികൾക്ക് അക്കോമഡേഷൻ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. 50 കുട്ടികളെയാണ് നമ്മുടെ ഹോസ്റ്റലില് പറ്റുന്നുള്ളൂ. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ കുട്ടികൾ മറ്റു ജില്ലകളിൽ നിന്നാണ്. എല്ലാ ജില്ലകളിൽ നിന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ളവരുണ്ട്. എല്ലാം മെറിറ്റിൽ കിട്ടുന്ന കുട്ടികളാണ് വരിക. അതാണ് സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രത്യേകത. റിസർച്ചിലായാലും ഇപ്പൊ ഒരു 30ഓളം കുട്ടികൾ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഗവേഷണം നടത്തുന്നുണ്ട് നമ്മുടെ കോളേജിൽ. നമ്മുടെ ലൈബ്രറിയും 11:30 ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു. നമ്മുടെ ലൈബ്രറിയും വളരെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങളുള്ള വലിയൊരു ലൈബ്രറിയാണ്. പിന്നെ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പ്രതിഭാ പുരസ്കാരം നമ്മുടെ അവിടെ പഠിക്കുന്ന 10 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് B.Edന് 8 ഓപ്ഷണൽ കോഴ്സുകൾ, അതുപോലെ M.Ed, പിന്നെ റിസർച്ച്. ഇതാണ് ഇപ്പൊ നമുക്കുള്ള കോഴ്സുകൾ. റിസർച്ച് നമുക്ക് ഒരു കുട്ടിയുടെ നമുക്ക് 2021 നമ്മുടെ IASC റിസർച്ച് സെന്റർ ആയിട്ട് മാറ്റപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ ഒരു PhD പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ PhD നമുക്ക് ആയിട്ടുണ്ട്. കുറെ പേര് ഇപ്പോ ഓൺഗോയിങ് ആണ്.